വൈബ്രേഷനിൽ വരുന്ന നെക്സ്റ്റ് ടേമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സിംപ്ലി DOF എന്ന് പറയും. ഡിഗ്രി ഓഫ് ഫ്രീഡം. Okay. So degree of freedom is defined as it is the number of independent coordinates required to define the configuration of the system. Okay. Degree of freedom is defined as the number of independent coordinates required to define the configuration of the system, configuration or position of the position or configuration of the system. Okay. ഇതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ ഒരു റിജിഡ് ബോഡി ഇൻ സ്പേസ്, സപ്പോസ് ഏത് ബോഡി ആണെങ്കിലും ഇതിനെ റിജിഡ് ബോഡി ഇൻ സ്പേസ് നമുക്ക് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റ് ഉണ്ടാവും, സെഡ് കോർഡിനേറ്റ് ഉണ്ടാവും. ഓക്കെ. സോ ഇതിന് ഈ റിജിഡ് ബോഡീൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ ഈ പൊസിഷൻ, എക്സാക്ട് പൊസിഷൻ, സപ്പോസ് ഇതാണ് റിജിഡ് ബോഡി എങ്കിൽ ഈ റിജിഡ് ബോഡീൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കോർഡിനേറ്റ്സ് വേണം എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ഒരു റിജിഡ് ബോഡി ഉണ്ട്, ഇറ്റ് ഈസ് ഇൻ സിംപ്ലി ഒരു സ്പേസിലുള്ള റിജിഡ് ബോഡിയാണ്. സോ ആ റിജിഡ് ബോഡീൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. സോ ഈ പൊസിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് വേണം, വൈ കോർഡിനേറ്റ് വേണം, സെഡ് കോർഡിനേറ്റ് വേണം. ഓക്കെ. സോ റെക്ലീനിയർ കോർഡിനേറ്റ്സ് എക്സ്, വൈ, സെഡ്. എക്സ് ആക്സിസ് വൈ, ഈ ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ ഈ ബോഡി ഒറിസോണ്ടൽ ഒരു റെഫറൻസ് പ്ലെയിനിന്ന് റെഫറൻസ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഒറിസോണ്ടലി എവയാണ്, അതേമാതിരി എത്ര ഡിസ്റ്റൻസ് വേർട്ടിക്കലി വൈ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് എവയാണ് ആൻഡ് സെഡ് ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് എവയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ കിട്ടും. ഓക്കെ. പ്ലസ് ഇതിൻ്റെ കൂടെ എന്തും കൂടി വേണം, ഇതിപ്പം അതിൻ്റെ ലൊക്കേഷൻ, ഇതിൻ്റെ ലൊക്കേഷനാണ് കിട്ടിയത്. പ്ലസ് അതിന് എന്തെങ്കിലും റൊട്ടേറ്റിംഗ് എഫക്റ്റ്, ടേണിംഗ് എഫക്റ്റും കൂടി ഉണ്ടെങ്കിൽ ആ റൊട്ടേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ആംഗിൾ ഡിഫൈൻ ചെയ്യുന്ന പൊസിഷനും കൂടി ആവശ്യമാണ്. ഓക്കെ. സോ ഇത്ര ഡിഗ്രി ഇതിന്ന് എക്സ് ഡയറക്ഷനിൽ ഇത്ര ഡിഗ്രി ആംഗിളാണ്, അല്ലെ വൈ ഡയറക്ഷനിൽ ഇത്ര ഡിഗ്രി റൊട്ടേറ്റഡ് ആണ്, സെഡ് ഡയറക്ഷനിൽ ഇത്ര ഡിഗ്രി റൊട്ടേറ്റഡ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോഡീൻ്റെ എക്സാക്ട് പൊസിഷനും അതിൻ്റെ എക്സാക്ട് കോൺഫിഗറേഷൻ, ഓറിയൻറ്റേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ റെക്ലീനിയർ കോർഡിനേറ്റ്സും വേണം, ആംഗുലർ പൊസിഷനും വേണം. അതായത് എക്സ് ഡയറക്ഷനിൽ സപ്പോസ് തീറ്റയാണ് ഞാൻ ആംഗിളിന് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എക്സ് ഡയറക്ഷൻ തീറ്റ എക്സിൽ എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്ട് എക്സ്, ഈ ആക്സിസ് എത്ര എക്സ് ആക്സിസ് എത്ര ഡിഗ്രി റൊട്ടേറ്റഡ് ആണ്, അലോങ് വൈ ആക്സിസ് എത്ര ഡിഗ്രി റൊട്ടേറ്റഡ് ആണ്, അലോങ് സെഡ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് എത്ര ആംഗിൾ ഡീവിയേറ്റഡ് ആണ്. സോ ഈ മൂന്ന് എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റവും അതിൻ്റെ ആംഗുലർ പൊസിഷനും ഇത്രയും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആർബിട്രറി സ്പേസിലുള്ള ഏത് ഒബ്ജക്റ്റിൻ്റെയും എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്ട് കോൺഫിഗറേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ടെൽ the degree of freedom of this particular rigid body if it is placed in a space coordinate system is 6. So 6
പാരാമീറ്റർ വേണം, 6 കോർഡിനേറ്റ്സ് വേണം ഇതിൻ്റെ എക്സാക്ട് പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ. അതിനെയാണ്, ആ നമ്പറിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. ഓക്കെ, സപ്പോസ് ഇതിപ്പോൾ ഒരു ജനറൽ കേസാണ്. ഇനി ഓരോ കൺസ്ട്രെയിൻസ് നമുക്ക് മോഷൻ ചില ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. സോ ആ കൺസ്ട്രെയിൻസിനനുസരിച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം റെഡ്യൂസ് ചെയ്ത് വരും. ദിസ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ഒരു കേസിൽ, സ്പേസിൽ വരുന്നത്. ഇനി ഇതിൽ ഓരോ സപ്പോസ് എക്സ് ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എക്സ് കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമില്ല. സോ അങ്ങനെ ഓരോന്നും കൺസ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഓരോ സിസ്റ്റത്തിൻ്റെയും ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്തെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു സ്പ്രിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു വെർട്ടിക്കൽ മാസ് ഉണ്ട്. ഓക്കെ, സപ്പോസ് നമ്മളിങ്ങനെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഇങ്ങനെ ഒരു ലോഞ്ചിറ്റ്യൂഡൽ മോഷനിലുള്ള സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വി വിൽ അസ്യൂം ദിസ് മാസ് ക്യാൻ മൂവ് ഓൺലി ഇൻ ദിസ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ഇതിന് ലാറ്ററൽ മൂവ്മെൻ്റ് ഒന്നുമില്ല. ലാറ്ററൽ മൂവ്മെൻറ്റ് അറസ്റ്റഡ് ആണ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഇറ്റ് cannot move horizontally. Suppose a longitudinal spring mass system is arranged like this, then we will assume that this system can move in this x direction only. ഇതിന് എക്സ് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഇതിന് മൂവ്മെൻ്റ് ഉള്ളത്. സപ്പോസ് ഇതിനെ ഞാൻ ഒരു ക്യാപിറ്റൽ എക്സ് ഡിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്ത് വിടുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലാണ് ഇതിന് മൂവ്മെൻ്റ് ഉള്ളത്. സോ നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ, ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഈ മാസിൻ്റെ എക്സാക്ട് പൊസിഷൻ കിട്ടണമെങ്കിൽ ഏത് പാരാമീറ്റർ മാത്രം അറിഞ്ഞാൽ മതി? ഇഫ് യു നോ ദ വാല്യൂ ഓഫ് ദിസ് ഡിസ്റ്റൻസ് എക്സ്, ദിസ് കോർഡിനേറ്റ് എക്സ്, ഈ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ മാസിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ദിസ് ബോഡി ക്യാൻ മൂവ് ഓൺലി വെർട്ടിക്കലി മാത്രമേ മൂവ്മെൻ്റ് ഉള്ളൂ. സോ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം ഈസ്, ഈ എക്സ് മാത്രം മതി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സാക്ട് പൊസിഷൻ ഡിഫൈൻ ചെയ്യാം. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം ഈസ് 1. സോ ഇറ്റ്സ് എ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. ഓക്കെ, ഇനി അനദർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഒരു സ്ട്രിങ് ഉണ്ട്, അതിൻ്റെ എൻഡിലൊരു മാസ് ഉണ്ട്. സോ ഇത് സ്ട്രിങ്ങിന് ഈ ഒരു ഡയറക്ഷനിൽ ആംഗുലർ ഡീഫോർമേഷനാണ് ഉണ്ടാവുക. ഈ നമ്മൾ ഒരു തീറ്റ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പൊസിഷനാണ് ഞാൻ വരച്ചത്. ഇനീഷ്യലി ഇവിടെ എന്തോ ആയിരിക്കും, ദെൻ അതിനെ ഡിസ്പ്ലേസ് ചെയ്തു. സോ ഇതിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അഗെയിൻ ഇഫ് യു നോ ദ വാല്യൂ ഓഫ് ദിസ് തീറ്റ, ഈ തീറ്റേൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പ്രിംഗ് മാസ് അല്ലെങ്കിൽ ഈ മാസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അഗെയിൻ ഫോർ ദിസ് കേസ് ഓൾസോ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1. ഓക്കെ, എത്ര കോർഡിനേറ്റ്സ് ആവശ്യമാണെന്ന് നോക്കുക. ഈ ഒരു പൊസിഷൻ കിട്ടണമെങ്കിൽ, ഈ ഒരു മാസിൻ്റെ പൊസിഷൻ കിട്ടണമെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾ, ഏതൊക്കെ വാല്യൂസ് ആവശ്യമാണ് ചെക്ക് ചെയ്യുക. സപ്പോസ് ഇവിടെ ഒരു തീറ്റ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ, തീറ്റ 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക, കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ്. ഒരു സ്പ്രിങ് ഉണ്ട്, അഗെയിൻ ഇവിടെ ഒരു റോളറുണ്ട്, ദെൻ ഇവിടെ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ മാസിൻ്റെ സപ്പോസ് ഈ വൈ, സപ്പോസ് ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ആണെന്ന് വെച്ചു. ഈ മാസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് മാത്രം അറിഞ്ഞാൽ മതി. സപ്പോസ് ഈ സ്പ്രിങ്ങിന് ഈ ഡയറക്ഷനിലൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ഇത് ഈ ഒരു ഡയറക്ഷനിൽ ഈ റോളറിന് എന്ത് സംഭവിക്കും? ഒരു തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. ദെൻ ഇത് രണ്ടിനെയും അനുസരിച്ചായിരിക്കും ഈ വൈ എന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കും ഈ എക്സും തീറ്റയും ഒക്കെ വേണമെന്ന്. ബട്ട് ഇൻ ദിസ് കേസ് ഓൾസോ the values of x and theta are functions of y. ഓക്കെ, ഈ എക്സിനും എക്സ് എന്നുള്ളതും തീറ്റ എന്നുള്ളതും എക്സ് മാറുമ്പം തീറ്റ മാറുമ്പോൾ വൈനാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. സോ എക്സും തീറ്റയും വൈൻ്റെ ഫംഗ്ഷനാണ്, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് യു നോ ദ വാല്യൂ ഓഫ് വൈ,
y is equal to 10 centimeter അല്ല y is equal to 5 centimeter. y-ന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ലൊക്കേറ്റ് ദ വാല്യൂ ഓഫ് എം. ഓക്കെ, ഈ y എന്നുള്ളത് എക്സും തീറ്റയും ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പോലും ഈ ഒറ്റ കോർഡിനേറ്റ്സ് മതി നമുക്ക് ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ. സോ ഹിയർ ഓൾസോ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1. ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിൻസ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് തീറ്റ ആർ ഫങ്ഷൻസ് ഓഫ് y ആൻഡ് ഹെൻസ് ദ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് റിക്വയർഡ് is to specify the configuration of the system is 1. ഇതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഇത് 1 ആണ്. ഓക്കെ, ഈ y ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് ഇത് എക്സും തീറ്റയും വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കണ്ടോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ y ആണ്. സോ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1. ഓക്കെ, ഇനി നേരത്തെ സിമ്പിൾ പെൻഡുലം ഞാൻ ഒന്നും കൂടി ഒരു സിമ്പിൾ പെൻഡുലത്തിൽ മാസിന് സ്ട്രിങ്ങിന് പകരം ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ്ങും ഒരു മാസും ഉണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് തീറ്റയാണ്, ഇത് എക്സ് ആണ്, ഇതിനുണ്ടാവുന്ന ഡിഫോർമേഷൻ എക്സ് ആണ്, ഇത് മാസ് എം ആണ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ഒരു സ്പ്രിങ്ങും മാസും ഉണ്ട്, ഇതിന് ഈ ഒരു ഡയറക്ഷനിൽ എലോങ്ങേഷൻ ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം തീറ്റ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും, എക്സ് ഡയറക്ഷനിലും തീറ്റ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും. സോ ഈ മാസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ മാസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടണമെങ്കിൽ ഏതൊക്കെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം, എത്ര ഡിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, എത്ര താഴത്തേക്ക് പോയിട്ടുണ്ട് എന്ന് അറിയണം, അതേപോലെ എത്ര ആംഗിളിലാണ് ആ മാസ് ഉള്ളതെന്ന് അറിയണം. സോ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ബോത്ത് എക്സ് ആൻഡ് തീറ്റ അല്ലേ, we have to calculate both x and theta in order to locate the exact position or exact configuration of this mass m. So for this particular arrangement degree of freedom is 2. Okay, ഇവിടെ തീറ്റ അറിയണം, എത്ര ആംഗിളിലാണെന്ന് അറിയണം, എത്ര സ്പ്രിങ് എത്ര സ്ട്രെച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന് അറിയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മാസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടുള്ളൂ. സോ ഫോർ ദിസ് കേസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 2. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് പ്രോബ്ലം തരുന്ന ഏത് ക്വസ്റ്റ്യൻ്റെയും ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ. നൗ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം വരുന്നത് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്പ്രിങ്സ് ഇൻ സീരീസ്, സ്പ്രിങ്സ് അറേഞ്ച്ഡ് ഇൻ സീരീസ് ആൻഡ് സ്പ്രിങ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് അത് നോക്കാം. ഫസ്റ്റ് കേസ് springs arranged in series. ഇങ്ങനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ സ്പ്രിംഗ് മാസ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു 3 സ്പ്രിംഗ് ഉള്ളൊരു സിസ്റ്റം കൺസിഡർ ചെയ്തു. ഫസ്റ്റ് സ്പ്രിങ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, ഇത് ദെൻ സെക്കൻഡ് സ്പ്രിങ്, ദെൻ ഫൈനലി തേർഡ് സ്പ്രിങ്. ഇതിൻ്റെ എൻഡിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3 മാസ് സിസ്റ്റമാണ്, 3 സ്പ്രിങ് സിസ്റ്റമാണ്. ഓക്കെ, നൗ നമ്മളെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ 3 സ്പ്രിങ്ങിനെ മാറ്റിയിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ഇക്വാലൻറ്റ് സിംഗിൾ സ്പ്രിങ്. ഈ 3 സ്പ്രിങ്ങിൻ്റെയും അതേ എഫക്റ്റ് വരുന്ന ഒരു സിംഗിൾ സ്പ്രിങ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സപ്പോസ് ഇതിൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K1 ആണ്, ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K2 ആണ്, ആൻഡ് ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K3 ആണ്. നൗ ദ സിംഗിൾ സ്പ്രിങ് വിച്ച് വിൽ പ്രൊഡ്യൂസ് ദ സെയിം എഫക്റ്റ് ആസ് ദാറ്റ് ഓഫ് ദി 3 സ്പ്രിങ്. ദ സ്റ്റിഫ്നെസ് ഓഫ് ദിസ് സിംഗിൾ സ്പ്രിങ് ഈസ് KE, ഇക്വാലൻറ്റ് സ്പ്രിങ് എന്നുള്ള കൺസെപ്റ്റിൽ KE എന്ന് കൊടുത്തു. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ KEയും KE ആൻഡ് K1, K2, K3 ഇത് തമ്മിലുള്ള കണക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ KE ഇൻ ടേംസ് ഓഫ് K1, K2, K3. ഇങ്ങനെ 3 സ്പ്രിങ് കണ്ടു കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംഗിൾ സ്പ്രിങ്ങിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ഒന്നിൻ്റെ എൻഡിൽ നിന്ന് ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ അടുത്ത സ്പ്രിങ്, അതിൻ്റെ എൻഡിൽ അടുത്ത സ്പ്രിങ്, ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സീരീസ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫസ്റ്റ് സ്പ്രിങ് സപ്പോസ് ഇതിനുണ്ടാവുന്ന ഈ മാസ് അറ്റാച്ച് ചെയ്യുമ്പം ഇതിനെന്തുണ്ടാവും, മാസിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ഉണ്ടാവും. സപ്പോസ് ഡെൽറ്റ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മാസ് എം. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് വണ്ണിനൊരു കുറച്ച് എമൗണ്ട് ഈ സ്റ്റിഫ്നെസ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്പ്രിങ് വണ്ണിനൊരു ഡിഫോർമേഷൻ ഉണ്ടാവും, ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതേമാതിരി സ്പ്രിങ് ടൂവിനൊരു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ 2 ഉണ്ടാവും. സ്പ്രിങ് 3ന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും ഡെൽറ്റ 3. ഈ മൂന്നിൻ്റെയും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ടേം. ഓക്കെ, സീരീസ് ആയതുകൊണ്ട് ഈ ഫസ്റ്റ് സ്പ്രിങ്ങിന് കുറച്ച് സ്ട്രെച്ച് ഇലാസ്റ്റിക് സ്ട്രെച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. സെക്കൻഡ് സ്പ്രിങ്ങിനുണ്ടാവും, തേർഡ് സ്പ്രിങ്ങിനുണ്ടാവും. ഈ 3 വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം മൂന്നിൻ്റെയും സ്റ്റിഫ്നെസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ മൂന്നിൻ്റെയും ഡിഫോർമേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് അതിന് പകരമായിട്ട് ഒരു ഇക്വാലൻ സ്പ്രിങ് കണ്ടുപിടിക്കണം. സപ്പോസ് ഇതിൻ്റെ സ്റ്റിഫ്നെസ്, ഇതിൻ്റെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇ ആണ് വെച്ചു, ഇവിടെ ഉണ്ടായ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇ ആണെന്ന് വെച്ചു. സോ രണ്ടും ഈക്വലൻ്റ് ആണെങ്കിൽ ഈ 3 സ്പ്രിങ്ങിനും ഈക്വലൻ്റ് ആയിട്ടുള്ള സ്പ്രിങ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഡെൽറ്റ ഇയും ഇവിടുത്തെ ഡെൽറ്റയും സെയിം ആയിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ എന്താണോ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്ന അതേ ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, കാരണം രണ്ടും ഈക്വലൻ്റ് ആണ്. നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്പ്രിങ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ ഡെൽറ്റ ഇ ഷുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ ഫോർ എ സീരീസ് അറേഞ്ച്മെൻറ്റ്. ഇനി ഈ ഡെൽറ്റ, ഈ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡിഫോർമേഷൻ ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ ഡിഫോർമേഷൻ പ്ലസ് സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ ഡിഫോർമേഷൻ പ്ലസ് തേർഡ് സ്പ്രിങ്ങിൻ്റെ ഡിഫോർമേഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ 1 പ്ലസ് delta 2 plus delta 3. Okay, delta 1 plus delta 2 plus delta 3. Also we know that from the previous video we already derived that mg is equal to k delta. Static deflection എന്ന് പറഞ്ഞാൽ weight is equal to k delta. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷനാണ്, നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചപ്പം. സോ ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് important information is that for a series arrangement the total static deflection is equal to sum of individual springs deflection, delta 1 plus delta 2 plus delta 3. Okay, now from this mg is equal to k delta, from this delta is equal to mg by k ആയിരിക്കും. delta is equal to mg by k. സോ ഞാൻ ഇവിടെ ഈ ഒരു സാധനം എം ജി ബൈ കെ എന്നുള്ള ഇക്വേഷൻ, ഇതിനെ ഞാൻ 2 എന്ന് വിളിച്ചു. സപ്പോസ് എം ജി ബൈ കെ ഇസ് ഈക്വൽ ടു 2 in 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എം ജി ബൈ ഡെൽറ്റ ഇ ആയതുകൊണ്ട് ഞാൻ എം ജി ബൈ കെ ഇ എന്ന് കൊടുത്തു. എം ജി ബൈ കെ ഇ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1. ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എം ജി ബൈ കെ 1 എന്ന് വരും അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ 1 എം ജി ബൈ കറസ്പോണ്ടിങ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് പ്ലസ് ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ എം ജി ബൈ കറസ്പോണ്ടിങ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കെ 2 പ്ലസ് ഡെൽറ്റ 3 ഈസ് എം ജി ബൈ കെ 3. വെയിറ്റ് സെയിം ആണ്, എം ജി എന്നുള്ള ടേം സെയിം ആണ്. സോ എല്ലാം സെയിം ആയിട്ട് വരും. സോ ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എം ജി ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ 1 by ke, the equivalent stiffness 1 by ke is equal to 1 by k1 plus സീരീസിലുള്ള ഓരോന്നിൻ്റെ സ്പ്രിങ്ങിൻ്റെയും റെസിപ്രോക്കൽ സ്റ്റിഫ്നെസ്സിൻ്റെ റെസിപ്രോക്കൽ 1 by k2 പ്ലസ് 1 by k3 ആയിരിക്കും. ഓക്കെ, സോ ഇത് ഇപ്പം 3 സ്പ്രിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ 3 സ്പ്രിങ് ആയതുകൊണ്ടാണ് 1 by k1 പ്ലസ് 1 by k2 പ്ലസ് 1 by k3 എന്ന് വന്നത്. പ്ലസ് നമുക്ക് എത്ര സ്പ്രിങ് ഉണ്ടോ അത്രയും വരും. സോ ഈ ഒരു എക്സ്പ്രഷൻ ഓർമ്മിച്ച് വെക്കുക. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇക്വാലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്പ്രിങ്ങിന് സീരീസ് അറേഞ്ച്മെൻറ്റിലുള്ള സ്പ്രിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്പ്രിങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ ആ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് റെസിപ്രോക്കൽ ഓഫ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് റെസിപ്രോക്കൽ സ്റ്റിഫ്നെസ്സിൻ്റെ സം ആയിരിക്കും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് യു ക്യാൻ ഫൈൻഡ് ഔട്ട് കെ ഇ. ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കെ ഇ കിട്ടും. കെ ഇ വെച്ചിട്ടുള്ള സ്പ്രിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇഫക്റ്റ് ആയിരിക്കും. 3 സ്പ്രിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെയിം എഫക്റ്റ് ആയിരിക്കും. സോ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഇഫ് ദ സ്പ്രിങ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ് 1 by ke is equal to 1 by k1 plus 1 by k2 plus 1 by k3. ഓക്കെ, സോ സീരീസ് കഴിഞ്ഞു. സോ ഓട്ടോമാറ്റിക്കലി
നെക്സ്റ്റ് എന്തായിരിക്കും? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സ്പ്രിങ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ. സ്പ്രിങ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ. ആ കേസിൽ എന്ത് വരുന്നു നോക്കാം. സ്പ്രിങ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ. സോ പാരലൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയഗ്രം അപ്രോക്സിമേറ്റ്ലി എങ്ങനെ വരും? സപ്പോസ് അഗെയിൻ ഒരു 3 സ്പ്രിങ് ഉണ്ട്. ഫസ്റ്റ് സ്പ്രിങ്, സെക്കൻഡ് സ്പ്രിങ്, then third spring. If the connection is like this, 3 സ്പ്രിങ്ങും തമ്മിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഒന്നിൻ്റെ എൻഡിലല്ല, 3ൻ്റെ സ്റ്റാർട്ടിങ് എൻഡ് പോയിന്റും ഇതുപോലെയാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് സീരീസ് പാരലൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇതിൻ്റെ സ്റ്റിഫ്നെസ് K1 ആണ്, സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ K2 ആണ്, ഇതിൻ്റെ K3 ആണ്. ഓക്കെ, suppose the springs are arranged like this, then this arrangement is known as parallel arrangement. So in our aim is we have to find out a single spring, we have to find out an equivalent spring, or we have to replace this 3 separate spring into a single spring having stiffness Ke. Okay, then we have to find out the value of this Ke in terms of K1, K2, K3. Keയും K1ഉം K2ഉം K3യും തമ്മിലുള്ള എഫക്റ്റ് ആണ് നോക്കേണ്ടത്. സോ ഇവിടുത്തെ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ mg ആയിരിക്കും, ഇവിടെ mg ആയിരിക്കും. ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ, നേരത്തെ ഞാൻ കാണിച്ചില്ല. നൗ സപ്പോസ് ഇതിനുണ്ടാവുന്ന സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ΔE, ദെൻ അതേ ഡിഫ്ലക്ഷൻ തന്നെ ആയിരിക്കും ഇതിന് ഡെൽറ്റയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ഇതേ ഡെൽറ്റ, ഇവിടെ എന്താണോ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്ന അതേ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ സ്പ്രിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെ ചെയ്യാൻ പറ്റും? അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ so we have to find out an equivalent spring which will produce the same static deflection. ഡെൽറ്റയും സെയിം ആയിരിക്കും. ഇനി ഈ പാരലൽ അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ടോട്ടൽ വെയിറ്റ്. അപ്പോൾ ഇത് മൂന്നും ഡയഗ്രം ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഈ mg എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനുണ്ടാവുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്. ഞാൻ അതിൻ്റെ ഫ്രീ ബോഡി മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് യു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് ദ മാസ് എം ഉണ്ട്, താഴത്തേക്കുള്ള ഫോഴ്സ് mg ആണ്. ഈ ടോട്ടൽ വെയിറ്റിന് ഇത് 3 സ്പ്രിങ്ങും കൂടി ഈക്വലായിട്ട് 3 സ്പ്രിങ്ങും കൂടി ഷെയർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് സ്പ്രിങ്ങിന് ഒരു സ്പ്രിങ് ഫോഴ്സ് ഉണ്ടാവും, റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും, FS1, FS2, FS3. Okay, FS1 means the restoring force introduced inside the spring, first spring. FS2 means restoring force of the second spring, and FS3 means restoring force of the third spring. So നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും ഫൈനലി. സോ FS1 പ്ലസ് FS2 പ്ലസ് FS3 ഈസ് ഈക്വൽ ടു mg എന്ന് എഴുതാം. ഇനി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, സോ സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതിൽ സീരീസ് അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് 3 സ്പ്രിങ്ങിനും സെയിം ഡിഫ്ലക്ഷൻ ആണ് ഉണ്ടാവുക. ഈ ഡെൽറ്റ എമൗണ്ട് ഇത് ഈ മാസ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഫസ്റ്റ് സ്പ്രിങ്ങും ഡെൽറ്റ എമൗണ്ട് ആണ് സ്ട്രെച്ച് ചെയ്യുക, സെക്കൻഡ് സ്പ്രിങ്ങും ഡെൽറ്റ എമൗണ്ട് ആണ് സ്ട്രെച്ച് ചെയ്യുക, തേർഡ് സ്പ്രിങ്ങും ഡെൽറ്റ എമൗണ്ട് ആണ് സ്ട്രെച്ച് ചെയ്യുക. സോ പാരലൽ അറേഞ്ച്മെൻറ്റ്, സോ സീരീസ് അല്ല, പാരലൽ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ 3 സ്പ്രിങ്ങിനും ΔI ഈസ് ഈക്വൽ ടു ΔII ഈസ് ഈക്വൽ ടു ΔIII ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് പാരലൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്.
ഓരോ സ്പ്രിങ്ങിനും ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ സെയിം ആയിരിക്കും. കാരണം ഇത് താഴത്തേക്ക് സെയിം എമൗണ്ട് താഴത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് സ്പ്രിങ്ങും സെയിം എമൗണ്ട് ഡിഫ്ലക്റ്റഡ് ആവും, സെക്കൻഡ് സ്പ്രിങ്ങും സെയിം എമൗണ്ട് ഡിഫ്ലക്റ്റഡ് ആവും, തേർഡ് സ്പ്രിങ്ങും സെയിം എമൗണ്ട് ഡിഫ്ലക്റ്റഡ് ആവും. സീരീസ് ആണെങ്കിൽ മൂന്നിൻ്റെയും കൂടി സം ആയിരിക്കും ഇവിടെ കിട്ടുക. പാരലൽ ആയതുകൊണ്ട് മൂന്നും പാരലൽ ആയതുകൊണ്ട് മൂന്ന് സ്പ്രിങ്ങിനും സെയിം ഡിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ Δ1 ഈസ് ഈക്വൽ ടു Δ2 ഈസ് ഈക്വൽ ടു Δ3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ അറേഞ്ച്മെൻറ്റും നമുക്ക് പാരലൽ അറേഞ്ച്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്പ്രിങ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് Δ1 എടുക്കുകയാണെങ്കിൽ K1 Δ1 ആയിരിക്കും ഇതിൻ്റെ ഫോഴ്സ്, പ്ലസ് K2 Δ2 ആയിരിക്കും സെക്കൻഡ് സ്പ്രിങ് ഫോഴ്സ്, ആൻഡ് K3 Δ3 ആയിരിക്കും തേർഡ് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ്. ദെൻ വി നോ ദാറ്റ് എം ജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ K ഡെൽറ്റയാണ്. എം ജി ഈസ് ഈക്വൽ ടു K ഡെൽറ്റ. സോ ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇക്വാലൻറ്റ് സ്റ്റിഫ്നെസ് തന്നെയാണ്. സോ നമുക്ക് K ഡെൽറ്റ ഇ എന്ന് എഴുതാം. നൗ Δ1 Δ2 Δ3 മൂന്നും സെയിം ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? K1 പ്ലസ് K2 പ്ലസ് K3 ഡെൽറ്റ ഈസ് ഈക്വൽ ടു KE ഡെൽറ്റ ഇ. ഓക്കെ, നൗ ഡെൽറ്റ ഇ രണ്ടും സെയിം ആണ്. സോ ഈ ഡെൽറ്റയും പോവും. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഇക്വാലൻറ്റ് സ്റ്റിഫ്നെസ് KE ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വാലൻറ്റ് സ്റ്റിഫ്നെസ് if the springs are arranged in parallel. ഓക്കെ, സ്പ്രിങ്സ് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വാലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ K1 പ്ലസ് K2 പ്ലസ് K3 ആയിരിക്കും. ഓക്കെ, സീരീസ് ആണെങ്കിൽ സോ ഈ രണ്ട് ഇതിൽ നോട്ട് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻ്റാണ്. ഇഫ് ദ സ്പ്രിങ്സ് ആർ ഇൻ സീരീസ്, സ്പ്രിങ്സ് സീരീസ് ആണെങ്കിൽ 1/KE ഈസ് ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2 പ്ലസ് 1/K3 ആയിരിക്കും if the springs are arranged in series. And if the springs are arranged in parallel, then equivalent stiffness KE is equal to K1 plus ഓരോ K2 plus K3 ഓരോ സ്പ്രിങ്ങിൻ്റെയും ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ്സിൻ്റെ സം ആയിരിക്കും. ഇത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇത്രയാണ് തിയറി വരാനുള്ളത്. നൗ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ we can discuss some problems. ഓക്കെ, ഇതിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്തു നോക്കാം.